എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ്. മാരരോഗബാധിച്ച ഐസിയിലാണ്. 15 ലക്ഷം രൂപ ജീവൻ രക്ഷപ്പെടുന്നുള്ളൂ. എനിക്ക് ആരുമില്ല. എൻ്റെ അമ്മ മാനസിക രോഗമായിട്ടിരിക്കുകയാണ്. എൻ്റെ അണ്ണന് മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫ് അവനെ ഉപേക്ഷിച്ച് പോയി. അവൻ നല്ല ജീവിതത്തേക്ക് വരണം. അവനോർത്ത് ആരും കൈവിടില്ല. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ജഗദീഷ് അത്തിപ്പറ്റ. ഈ പ്രിയപ്പെട്ടവൻ ഷെഫീഖ്, പാലക്കാട് ജില്ലയിൽ പുതുനഗരം പഞ്ചായത്തിൽ 15-ാം വാർഡിൽ താമസിക്കുന്ന ഷെഫീഖ്, 30 വയസ്സ്. ചെവിയിലൊരു പാട പൊട്ടി, തലയിൽ മുഴയായി, അത് പൊട്ടി ഇൻഫെക്ഷനായി മൊത്തം അപകടാവസ്ഥയിൽ. ഇപ്പോൾ ആലത്തൂർ അസീസിയ ഹോസ്പിറ്റൽ ICUവിൽ അഡ്മിറ്റ്. 15 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. എമർജൻസി സർജറി ചെയ്ത് തലയോട്ടിയെടുത്ത് വയറ്റിൽ വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ പ്രിയപ്പെട്ടവൻ്റെ വയറ്റിലാണ് ഈ തലയോട്ടി ഇരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, തല കണ്ടില്ലേ? ഈ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ 15 ലക്ഷം എന്ന ഭീമമായ തുക വേണം. ഈ സഹോദരനെ സഹായിക്കണം. ഈ അസുഖം കണ്ട് ഇവൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി. ഉമ്മയ്ക്കാണെങ്കിൽ മാനസികമായി തകരാറും. നമ്മൾ സഹായിച്ചാൽ ഷെഫീഖിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സഹായിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അസ്സാം വലൈക്കും. മുഹമ്മദ് അലി ശാലിയമാണ്. ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിൽ പുതുനഗരം 15-ാം വാർഡിൽ താമസിക്കുന്ന ഷെഫീഖ് എന്ന് പറയുന്ന 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് ദയനീയമായ ഒരു അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയാണ്. മാതാപിതാക്കൾ ഈ ഷെഫീഖിന്റെ അണലായ ഉപ്പച്ചി ഉമ്മക്ക് വളരെയധികം മാനസികമായി രോഗം ബാധിച്ച് പ്രയാസപ്പെട്ട് 4 ചുമരിൽക്കുള്ളിൽ ജീവിക്കുന്ന ഒരു ഉമ്മയാണുള്ളത്. പിതാവിന് 6 അടി മണ്ണിലാണ്. ഷെഫീഖിന് താങ്ങായി തണലായി ഇന്ന് ആരുമില്ല. ഈ നാട്ടുകാരല്ലാതെ മറ്റാരും ഇന്ന് ഷെഫീഖിനെ സഹായിക്കാനില്ല. വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഈ ഷെഫീഖിനെ നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. ഷെഫീഖിന്റെ അസുഖമെന്ന് പറയുന്നത് ചെവിയുടെ പാട പൊട്ടി ഇൻഫെക്ഷൻ കയറിയിട്ട് തലയിൽ ഒരു മുഴ വന്നു, അത് പൊട്ടി തലയിൽ ബ്ലഡ് കോട്ടായി. ഇന്ന് ഷെഫീഖിന് ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചെലവഴിക്കുന്ന ഒരു സർജറിക്ക് വിധേയനായിരിക്കുകയാണ് ഷെഫീഖ്. ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും ഒരു 10 രൂപയെങ്കിലും ആ പാവപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കണം. പാലക്കാട് ജില്ലയിൽ അസീസിയ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഇവിടെ ഇരിക്കുന്ന നല്ലവരായ സുമനസ്സുകളുടെ ഓരോരുത്തരും നിങ്ങളുടെ മുന്നിലേക്ക് കൈ നീട്ടുമ്പോൾ ഈ കൈ തട്ടാതെ നിങ്ങൾ ഓരോരുത്തരും ഒരു ചായ കുടിക്കുന്ന ഒരു 10 രൂപയെങ്കിലും ഈ ഷെഫീഖിന് വേണ്ടി. കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിനെ കാണുമ്പോൾ തളരാത്ത മനസ്സ്, ഇടരാത്ത മനസ്സ് ഒന്ന് താളം തെറ്റിപ്പോവും. ഈ നേരിട്ട് കണ്ടൊരു വിനയനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ യാചിക്കുന്നത്. വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എടുത്തു പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ, ഒരു സന്തോഷം വരുമ്പോൾ കൂടെ നിൽക്കുന്ന നമ്മുടെ ഭാര്യ ആ ഷെഫീഖിനെ ഇന്ന് ഉപേക്ഷിച്ചു പോയി. ഈ അസുഖം കാരണം ഇന്ന് തനിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലാണ്. വളരെ സങ്കടപര